26 വർഷമായി പ്രവാസിയായിട്ട് ഇന്ന് വരെ ഒരു പെരുന്നാൾ ഉമ്മ ഉപ്പ ഭാര്യ മക്കളെ കൂടെ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ആഗ്രഹമുണ്ട്, എല്ലാം തടസ്സങ്ങളാണ്. എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകളിൽ ഒന്ന് മാത്രമാണിത്. നമ്മൾ ഓരോ പ്രവാസി വീഡിയോകൾ ഇറക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലും പേഴ്സണലായിട്ടൊക്കെ ഇതുപോലുള്ള ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. സാധാരണ പ്രവാസികളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കുടുംബത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേരാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കളെ കാണാനും കേൾക്കാനും പറ്റും. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇപ്രാവശ്യം 5 റംസാൻ നോമ്പ് നാട്ടിൽ കിട്ടിയത്. ഇങ്ങനത്തെ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് പ്രവാസിയുടെ പെരുന്നാൾ എന്ന പേരിൽ നമ്മൾ ഓരോ മ്യൂസിക്കൽ ആൽബം പ്രേക്ഷകരിലേക്ക് ഇറക്കി. വർഷങ്ങൾ പലതായി വഴിമാറിപ്പോയി, മരുഭൂവിൽ റബ്ബേ ഞാൻ പ്രവാസിയായി മാറി. കടം കൊണ്ടു കടൽ കടന്നു, ഇടങ്ങേറിനുടൽ പിടഞ്ഞു, ഈ ആൽബത്തിൽ പറയുന്ന അനുഭവ കഥകളുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അതിന്റെ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പങ്കുവച്ചു. സോഷ്യൽ മീഡിയ വളരെ വലിയ രീതിയിലാണ് ഇതിനെ ഏറ്റെടുത്തത്. പക്ഷെ ചില കമന്റുകൾ ശ്രദ്ധിച്ചു. ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ? ഈ ആധുനിക കാലത്ത് ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി വരാലോ എന്നൊക്കെ എഴുതി കണ്ടു. നാട്ടിൽ പോകാൻ പറ്റാത്തതിന് കാരണം എല്ലാവർക്കും എപ്പോഴും സാമ്പത്തികം ആയിക്കോണമെന്നില്ല. നമ്മൾ മറ്റൊരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ നിയമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നോക്കേണ്ടി വരും. ഈ ഘട്ടത്തിൽ വിധിയോട് പടപൊരുതാൻ കയ്യിൽ ആയുധമില്ലാത്തവനായി മാറും പ്രവാസി. ഇതൊക്കെ കാണണമെങ്കിൽ അല്ലെങ്കിൽ കേൾക്കണമെങ്കിൽ നമ്മൾ താഴേക്ക് കൂടി നോക്കണം എന്ന് ഞാൻ എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം.